ായിട്ട് ഞാനൊരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി. സർക്കാരിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതറിഞ്ഞ് സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒപ്പുശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഓരോ പൊതുസമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് BG ഹരീന്ദ്രനാഥിനെ വേണമെന്ന്. സർക്കാർ അത് നടത്തിത്തന്നു. ഇപ്പം കൊച്ചിയിലെ വഞ്ചി സ്ക്വയറിൽ വീണ്ടും ഒരു സമരം അങ്ങനെയുള്ള പ്രതിഷേധമൊക്കെ നടത്താനുള്ള ഒരു ആലോചന ഉണ്ടെന്നൊക്കെ കണ്ടിരുന്നു. അതൊക്കെ ഇനി ആവശ്യമുണ്ട്. എന്താണ് അതുമായി മുന്നോട്ട് പോകാനാണോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. പൊതുജനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനെയൊന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. നിലവിൽ സർക്കാർ റേഷൻ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ അതിലൊരു നന്ദിയുണ്ട്. ഉണ്ട്, അതും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സർക്കാരിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതെ അതെ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇന്നലെ അറിയിക്കുകയല്ല ചെയ്തത്. ഇന്നലെ ഞാൻ ന്യൂസ് മാധ്യമങ്ങളിൽ കൂടെയാണ് ഞാൻ കണ്ടത്. ഫ്രാങ്കോ മുളയ്ക്കൽ കേസിലെ അതിജീവിതയായ സിസ്റ്റർ റാനറ്റ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സർക്കാരിനോട് എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുന്നുണ്ടായിരുന്നു. ഈ സിസ്റ്റർ റാനറ്റ് തുറന്നു പറഞ്ഞിരുന്നു, ഇപ്പം അവിടെ ഒരു പ്രോസിക്യൂഷനെ ആവശ്യപ്പെട്ടിട്ട് പോലും അത് കിട്ടാത്തൊരു സാഹചര്യവും റേഷൻ കാർഡ് പോലും ഇല്ലാത്തൊരു സാഹചര്യവും ഒക്കെയും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് പ്രോസിക്യൂട്ടറെ അനുവദിച്ചത് സിസ്റ്റർ റാനറ്റിന് കേസുമായി മുന്നോട്ട് പോകാൻ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള ഈ റേഷൻ കാർഡ് നൽകാമെന്ന കാര്യവും മന്ത്രി GR അനിൽ അറിയിച്ചിരുന്നു. അങ്ങനെ ഏറെ സന്തോഷമുണ്ട്. ആ സന്തോഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ആ മുഖത്ത് നിന്നും ആ ഒരു സന്തോഷവും ആ ഒരു കൃതാർത്ഥതയൊക്കെ വായിച്ചെടുക്കാൻ കഴിയും.